ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പീച്ചർ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു പ്രകൃതിയുടെ താണ്ഡവം ഇനി നിങ്ങളുടെ ശത്രുക്കൾ കാണാൻ പോവുകയാണ്. ആരൊക്കെയാണോ നിങ്ങളെ ദ്രോഹിച്ച് അവർക്കൊക്കെ അവർ ചെയ്ത ആ ഒരു കർമ്മത്തിൻ്റെ ബലം ലഭിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ റീഡിങ്. നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഒരു വ്യക്തി നിങ്ങളെ എങ്ങനെയാണ് വിഷമിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റുണ്ട് എല്ലാത്തിനും. ആ ലിമിറ്റ് ക്രോസ് ചെയ്തിട്ടാണ് അവർ നിങ്ങളെ വിഷമിപ്പിച്ചത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു വ്യക്തിക്ക് ഇതാണ് അവരുടെ സ്വഭാവമെന്ന് തോന്നുന്നു. അതായത് മറ്റുള്ളവരെ എങ്ങനെ വിഷമിപ്പിക്കുക, എങ്ങനെ അവരെ പ്രശ്നത്തിൽ കൊണ്ടെത്തിക്കാം, എന്തെങ്കിലും അവരുടെ ആ ഒരു കാര്യം തടസ്സപ്പെടുത്തി അവരെ എങ്ങനെ വേദനിപ്പിക്കാം, ഇതാണ് ഈ ഒരു വ്യക്തിയുടെ മെയിനായിട്ടുള്ള സ്വഭാവമെന്ന് പറയുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു വ്യക്തി നിങ്ങളുടെ ഇമേജിൽ വളരെ മോശമായ രീതിയിലാണ് സംസാരിച്ചത് മറ്റുള്ളവരോട്. അതായത് നിങ്ങൾ വളരെ മോശം വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഇമേജിന് മോശം വരുന്ന രീതിയിലാണ് ഇവർ മറ്റുള്ളവരോട് സംസാരിച്ചത്. അതായത് എന്തൊക്കെ നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഇവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളെ വിഷമിപ്പിക്കാൻ തുടങ്ങിയിട്ട് 2 വർഷമോ 3 വർഷമോ 4 വർഷമോ 5 വർഷമോ അല്ല, കുറേ വർഷങ്ങളായിട്ട് ഈ ഒരു വ്യക്തി നിങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിലെ ഒരു നല്ല സമയം അത്രയും ഇവർ തന്ന പ്രശ്നങ്ങൾ കാരണം പോയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചില സമയം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ഈ വ്യക്തി നിങ്ങളുടെ കാർമിക്കാണോ എന്ന്, അതായത് കാർമിക്കായിട്ടുള്ള ആളാണോ ഈ വ്യക്തി എന്ന്. പക്ഷേ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു സ്നേഹവും ഒരു അടുപ്പവും ഈ വ്യക്തിയോട് തോന്നിയിട്ടുമുണ്ട്. മുമ്പ് നിങ്ങൾ ഈ വ്യക്തിയോട് നല്ല ഒരു രീതിയിലാണ് പെരുമാറിക്കൊണ്ടത്. നിങ്ങൾ ഇവരെ കെയർ ചെയ്യാൻ തുടങ്ങി. ഈ ഒരു വ്യക്തിയും നിങ്ങളോട് നല്ലൊരു അടുപ്പമാണ് ചെയ്തത്, നിങ്ങൾ കെയർ ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു ബന്ധമല്ല നിങ്ങൾ തമ്മിൽ ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ പതുക്കെ പതുക്കെ സമയം മുന്നോട്ട് പോയപ്പോൾ ഇവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അതായത് ഈ ഒരു വ്യക്തി സ്വാർത്ഥതയ്ക്ക് മാത്രമാണ് കൂടുതൽ പരിഗണന കൊടുക്കുന്നത്, അല്ലാതെ നിങ്ങൾക്ക് പരിഗണന കൊടുക്കുന്നില്ല ഇവർ. ഇവിടെ ഇവർ എപ്പോഴും ഒരു ബൗണ്ടറി സെറ്റാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. അതായത് നിങ്ങളെ ഇവർക്ക് എന്ത് വേണമെങ്കിലും പറയാം, പക്ഷേ നിങ്ങൾ അങ്ങോട്ട് ഇവരെ ഒന്നും പറയാൻ പാടില്ല. അങ്ങനെ ഒരു ബൗണ്ടറി ഇവർ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഇവരുടെ ആ ഒരു സ്വാർത്ഥത വിജയിക്കണം, അതിനു വേണ്ടി ഇവർ ഏതറ്റം വരെയും പോവും, സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി. അല്ലാതെ നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങളുടെ ഇഷ്ടങ്ങൾ അങ്ങനെ ഒരു സ്നേഹമോ അങ്ങനെ ഒരു പരിഗണനയോ നിങ്ങളോട് ഇവർ കാണിക്കുന്നില്ല ഇപ്പോൾ. ഇവിടെ ഈ ഒരു വ്യക്തി വളരെ മോശമായിട്ടുള്ള തമാശകൾ പറഞ്ഞ് നിങ്ങളെ വിഷമിക്കുന്നു. പക്ഷെ തിരിച്ച് നിങ്ങൾ എന്തെങ്കിലും തമാശ പറയുകയാണെങ്കിൽ ഇവർക്ക് ദേഷ്യം വരുന്നു. നിങ്ങൾക്ക് ഈ ഒരു സമയം മിറർ നമ്പർ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കാം. 13 13 1441 അങ്ങനെ നമ്പർ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കാം. ഇവിടെ എന്തിനാണ് നിങ്ങൾക്ക് മിറർ നമ്പർ ദൈവം കാണിച്ചു തരുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ എത്രത്തോളം വിഷമിച്ചോ, നിങ്ങൾ ഏത് സ്ഥാനത്താണോ ഇരുന്ന് വിഷമിച്ചത് അതേ ആ സ്ഥാനത്ത് അവരും വരികയാണ്. അവർക്കും അതേ സെയിം ബുദ്ധിമുട്ട് വിഷമവും അവർക്കും ഉണ്ടാവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തുമാത്രം വിഷമം ഉണ്ടായോ അത്രത്തോളം വിഷമം അവർക്ക് ഉണ്ടാകുമ്പോഴേ അവർ ചെയ്ത തെറ്റാണെന്ന് അവർക്ക് മനസ്സിലാവുകയുള്ളൂ. അതിനു വേണ്ടിയാണ് ദൈവം നിങ്ങൾക്ക് മിറർ നമ്പർ കാണിച്ചു തരുന്നത്. അതായത് നിങ്ങൾ ചെയ്ത തെറ്റ് അതേ സെയിം ആയിട്ട് തന്നെ അവർക്കും സംഭവിക്കുകയാണിപ്പോൾ. അതിൻ്റെ ആ ഒരു ഫലം അവർ അനുഭവിക്കുകയാണ്, നിങ്ങളോട് ചെയ്ത ആ ഒരു കർമ്മത്തിൻ്റെ ഫലം എന്നും ദൈവം നിങ്ങൾക്ക് ആ ഒരു മിറർ നമ്പറിലൂടെ കാണിച്ചു തരികയാണ്. ഇവിടെ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പുറത്തു വരുവാൻ വേണ്ടി ഇവർക്ക് ഒരു മാർഗവും ദൈവം കാണിച്ചു കൊടുക്കത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു വ്യക്തി കൂടുതലായിട്ടും ക്യാഷിനാണ് പ്രാധാന്യം കൊടുത്തത്. അപ്പോൾ ഇവർ ക്യാഷിൻ്റെ പിറകെ ഭയങ്കരമായിട്ട് പോയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ ക്യാഷിനാണ് ഈ ഒരു വ്യക്തി കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്തത്. ഇവിടെ എവിടെയാണോ ഇവർ ജനിച്ചത് അവിടെ ഇവർക്ക് ക്യാഷ് റിലേറ്റഡ് ആയിട്ട് വലിയ ഒരു ശാന്തിയൊന്നും ലഭിച്ചില്ല. അതായത് ക്യാഷ് നല്ല പോലെ ഉള്ള ഒരു കുടുംബത്തിലല്ല ഇവർ ജനിച്ചത്. അത് കാരണം ക്യാഷിൻ്റെ ബുദ്ധിമുട്ട് ഇവർക്ക് ഭയങ്കരമായിട്ട് അറിയാം. അത് കാരണം ഇവർ ക്യാഷിനാണ് കൂടുതലായിട്ടും വില കൊടുത്തത്, ബന്ധങ്ങൾക്കല്ല. ഇവിടെ ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു പ്രശ്നം ഇവർ കൊച്ചിലേ സഹിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഓരോ കാര്യത്തിൻ്റെയും അഭാവം, ഓരോ കാര്യത്തിനും പൈസ ഇല്ലാത്തത് കാരണം ബുദ്ധിമുട്ടുന്ന അച്ഛനും അമ്മയും ആയിരിക്കാം ഇവർ കണ്ടത്. അത് കാരണം ക്യാഷ് ഇവരുടെ ലൈഫിൽ വലിയ ഒരു വസ്തുവായി മാറി. ഇവിടെ ഇവർക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടാണോ ക്യാഷ് ഇല്ലാത്തത് കാരണം അനുഭവിക്കേണ്ടി വന്നത്, അതേ സെയിം ബുദ്ധിമുട്ട് ഇവർ മറ്റുള്ളവരുടെ മേലും ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത് ഞാൻ എന്തൊക്കെ സഹിച്ചോ അതേപോലെ നിങ്ങളും സഹിക്കണം എന്നുള്ള രീതിയിലാണ് ഇവർ പെരുമാറുന്നത്.
ഇവർ എന്താണ് ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഇവർ എന്തൊക്കെ പ്രശ്നങ്ങളാണോ ക്യാഷ് ഇല്ലാത്ത കാരണം ഫേസ് ചെയ്യുന്നത്, അതേ സെയിം പ്രശ്നം മറ്റുള്ളവരുടെ മേലും കിട്ടണം. അതിനു വേണ്ടി ഇവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഇവർ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ സ്വന്തം പ്രശ്നങ്ങൾ നിന്ന് ഒരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടി മറ്റുള്ളവരുടെ മേൽ അതേ സെയിം പ്രശ്നം അടിച്ചേൽപ്പിക്കുന്ന സ്വഭാവമാണ് ഈ വ്യക്തിയുടെ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു വ്യക്തി അവർ ചെയ്ത ആ ഒരു തെറ്റ് മനസ്സിലാക്കിയിട്ട് വീണ്ടും നല്ല കർമ്മം ചെയ്യാൻ തുടങ്ങിയാൽ അവിടെ ലൈഫിൽ കാര്യങ്ങൾ നേരെയാകുന്നതാണ്. പക്ഷേ ഈ ഒരു വ്യക്തി അങ്ങനെയല്ല ചെയ്യുന്നത്. ഈ വ്യക്തി ഓൾറെഡി തെറ്റായ കർമ്മം ചെയ്യുന്നു, അതിൻ്റെ കൂടെ വീണ്ടും തെറ്റായ കർമ്മങ്ങൾ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ലൈഫിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുക എന്നുള്ളത് കുറച്ച് സമയം എടുക്കും. കാരണം എപ്പോഴാണോ ഈ വ്യക്തിക്ക് പശ്ചാത്താപം ഉണ്ടായി നല്ല കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നത് അതുവരെ ഈ വ്യക്തിയുടെ ലൈഫിൽ പല കാര്യങ്ങളും മോശമായ അവസ്ഥയിലായിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് കുറച്ച് അഹങ്കാരി ടൈപ്പിലുള്ള വ്യക്തിയാണ്. അതായത് ഓപ്പോസിറ്റുള്ള വ്യക്തിയെ ഇവർ എന്തെങ്കിലും പറഞ്ഞ് വിഷമിപ്പിച്ചിട്ടുണ്ടാകും. അപ്പോൾ ആ വ്യക്തി ഭയങ്കരമായിട്ട് കരയുകയാണ്. കരയുന്നത് കണ്ടാൽ പോലും ഇവരുടെ മനസ്സ് അലിയത്തില്ല. ഇവിടെ ഈ ഒരു വ്യക്തിക്ക് വലിയ ഏജൊന്നും ആയിട്ടില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. 30 തൊട്ട് 40 ആ ഏജിനിടയിലുള്ള വ്യക്തിയാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവരുടെ ആ ഒരു എനർജി നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഇവർക്ക് ഒന്നിലും ഒരു സ്ഥിരത ഉണ്ടാവത്തില്ല. ഇങ്ങനെ മൊബൈൽ നിങ്ങൾ നോക്കുന്നത് നോക്കൂ. അതായത് ഒരു കാര്യം ഇങ്ങനെ സ്ഥിരമായിട്ട് നോക്കാതെ സ്വൈപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഈ വ്യക്തിക്ക് സ്ഥിരതയില്ല എന്ന്. ഇങ്ങനെ ഓരോ വീഡിയോ കുറച്ച് കാണും, വീണ്ടും സ്വൈപ്പ് ചെയ്യും, വീണ്ടും കാണും, വീണ്ടും അങ്ങനെ ഫുള്ളായിട്ട് അത് കാണത്തില്ല. ഇങ്ങനെ ഒരു സ്ഥിരതയില്ലാത്ത മൈൻഡ് അങ്ങനെയായിരിക്കും ഇവർ മൊബൈലിൽ കാണും. അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ വർക്ക് പ്ലേസിലുള്ള ആളാണ് എങ്കിൽ ഇവർ മൊബൈൽ കാണുന്ന രീതി നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഈ വ്യക്തി എങ്ങനെയെന്ന് വെച്ചാൽ, അതായത് ഇന്ന് ഒരാൾ അവർക്ക് ഇഷ്ടപ്പെടും, നല്ലതായിട്ട് തോന്നും. കുറച്ച് കഴിഞ്ഞ് നാളെ ആകുമ്പോൾ ആ വ്യക്തി കൊള്ളത്തില്ല, വേറൊരു വ്യക്തിയെ ഇഷ്ടപ്പെടും. അത് മനുഷ്യരോട് മാത്രമല്ല ഭഗവാനോടും അങ്ങനെ തന്നെയാണ് ഇവർ കാണിക്കുന്നത്. ഇന്നൊരു ഭഗവാനാണ് എങ്കിൽ നാളെ വേറൊരു ഭഗവാനോടായിരിക്കും ഇവർ ഇഷ്ടം വയ്ക്കുന്നത്. അതായത് ഒന്നിലും ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവത്തില്ല, ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇവിടെ ആൾക്കാരിലും ദൈവത്തിലും എല്ലാം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കും. പക്ഷേ സ്വയം ഇവർ ഒരു മാറ്റം ഇവരിൽ ഉണ്ടാക്കുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തായാലും ഫിനാൻഷ്യൽ മാറ്റർ റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു പ്രശ്നം ഇവർ നേരിട്ടതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവർ ആ ഒരു കാര്യം നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇതുവരെയും ഷോ ചെയ്തിട്ടില്ല അവർ പുറത്ത്. ഇവിടെ ടവർ മൊമെൻറ്റ് ഇങ്ങനെയുള്ള വ്യക്തികളുടെ ലൈഫിൽ ഉറപ്പായിട്ടും ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇവർ എത്ര തന്നെ ഇവരുടെ പ്രശ്നങ്ങൾ മറച്ചു വച്ചാലും അത് പുറത്ത് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തായാലും ഈ ഒരു വ്യക്തി മെൻ്റലി ഭയങ്കരമായിട്ട് വിഷമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇവർക്ക് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ചില സമയം ഏതെങ്കിലും വ്യക്തി ഇവരെ നിന്ന് പൈസ കടം വാങ്ങിക്കുന്നു, എന്നിട്ട് ഇവർക്ക് തിരിച്ചു കൊടുക്കാതിരിക്കുന്നു. അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഇവർക്ക് ഉണ്ടാവുന്നതായിട്ട്, ചെറുതും വലുതുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവർക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ പൈസയുടെ ബുദ്ധിമുട്ട്, നല്ല രീതിയിൽ ഉറക്കം വരുന്നില്ല, ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ ഇവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് ഇവരുടെ ലൈഫ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു അറ്റം എങ്ങനെയെങ്കിലും ബാലൻസിൽ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അടുത്ത അറ്റം എന്തെങ്കിലും പ്രശ്നം കൊണ്ട് പൊട്ടും. അങ്ങനെയാണ് ഇവരുടെ സ്ഥിതി. അതായത് ഇവർക്ക് ആരെങ്കിലും പൈസ വാങ്ങിച്ചിട്ട് കൊടുക്കാതിരിക്കുമ്പോൾ പൈസയുടെ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോഴായിരിക്കും വീട്ടിൽ ആർക്കെങ്കിലും അസുഖം വരുന്നത്. അങ്ങനെ അസുഖത്തിന് വേണ്ടി പൈസ ചിലവാകുന്നു. അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഒന്നിന് പിറകെ ഒന്നായിട്ട് ഇവരെ ഫേസ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു വ്യക്തി ആരുടെയാണോ ആ ഒരു വേദന മനസ്സിലാക്കാതെ അവർക്ക് കൂടുതലായിട്ട് വിഷമങ്ങളും പ്രശ്നങ്ങളും കൊടുത്തുകൊണ്ടിരുന്നത്, ആ വ്യക്തിയുടെ ആ ഒരു വിഷമവും വേദനയാണ് ഇപ്പോൾ ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആരാണോ നിങ്ങളെ ദുഃഖിപ്പിച്ചത് ആ ഒരു വ്യക്തിയുടെ മേൽ ഈ ഒരു പ്രകൃതിയുടെ താണ്ഡവം ഉറപ്പായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യുന്നതാണ്. ഇവിടെ ദൈവം ഇവർക്ക് ഒരു ബൗണ്ടറി അല്ലെങ്കിൽ ഒരു സീമ കൊടുത്തിട്ടുണ്ട്. ഇവർ എത്രത്തോളം ആ ഒരു സീമ കടന്നു പോകുമോ അത്രത്തോളം ഇവർക്ക് കഷ്ടം അനുഭവിക്കേണ്ടി വരുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു കുഴിയിൽ വീണ് പോകുന്ന അവസ്ഥയില്ല ഒരു വ്യക്തി, അതേ സെയിം അവസ്ഥയാണ് ഇപ്പോൾ അവർക്കുള്ളത്.
അതായത് ഇവരുടെ ആ ഒരു ശക്തി പ്രകൃതിയുടെ ന്യായത്തിന്മേൽ വരുമ്പോൾ വളരെ മോശം അവസ്ഥയാവുന്നതായിട്ട് ഇവരുടെ ശക്തിയെല്ലാം പോയി പ്രകൃതി അവരുടെ ആ ഒരു ന്യായം ഇവരുടെ മേൽ ചെയ്യുമ്പോൾ ഇവർ ഭയങ്കരമായിട്ട് തകർന്നു പോകുന്ന അവസ്ഥയിലേക്ക് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു കാര്യം ആലോചിച്ച് നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. കാരണം ഈ ഒരു കാര്യത്തിന്മേൽ നിങ്ങൾക്ക് ഇതുവരെയും ന്യായം സംഭവിച്ചിട്ടില്ല. ഇതിനു മുന്നേ എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങൾ ആഗ്രഹിച്ച് ന്യായം പ്രാർത്ഥിച്ചത് ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നടന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതുവരെയും ന്യായം ലഭിക്കാത്തത്. അപ്പോൾ ആ ഒരു കാര്യമാണ് നിങ്ങൾക്കിപ്പോൾ ന്യായം ലഭിക്കാൻ പോകുന്നത്. ഇവിടെ ഉറപ്പായിട്ടും നിങ്ങളുടെ മേൽ ന്യായം സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കാണുമ്പോൾ ന്യായം സംഭവിച്ചിട്ടില്ല എന്നായിരിക്കും തോന്നുന്നത്. പക്ഷേ ഉറപ്പായിട്ടും ന്യായം സംഭവിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതാണ് കാര്യങ്ങൾ. ഉറപ്പായിട്ടും ഈ ഒരു കാര്യങ്ങളെല്ലാം പുറത്ത് വരിക തന്നെ ചെയ്യുന്നതാണ്. അതായത് ഒരു വ്യക്തിയുടെ സഹിക്കാനുള്ള ആ ഒരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റിന് അപ്പുറത്ത് കാര്യങ്ങൾ പോകുമ്പോഴാണ് ദൈവത്തിന് അത് കാണുമ്പോൾ സഹിക്കാൻ പറ്റാതാവുന്നത്. അപ്പോൾ ദൈവം ഉറപ്പായിട്ടും ന്യായം ചെയ്യുക തന്നെ ചെയ്യുന്നതാണ്. ഇവിടെ നിങ്ങളുടെ കൂടെ ന്യായം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ നമ്പർ 333യുടെ എനർജി നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കും. 4 ടൈം അത് അടിക്കടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 333യുടെ എനർജി ചിലപ്പോൾ 3333 അങ്ങനെയൊക്കെ ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ 333 അങ്ങനെ കാണാൻ സാധിക്കും. എന്തായാലും നിങ്ങൾക്ക് ആ ഒരു നമ്പർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കാൻ ന്യായം ലഭിച്ചു കഴിഞ്ഞു നിങ്ങൾക്ക് എന്ന്. ചില ആൾക്കാർ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് അവരുടെ മേൽ ന്യായം സംഭവിക്കാത്തത് കൊണ്ട്. കാരണം ഒരു വ്യക്തിക്ക് ഒരു അധികാരവുമില്ല മറ്റൊരു വ്യക്തിയുടെ മേൽ ഇത്ര മോശമായിട്ട് ബിഹേവ് ചെയ്യാനും ഇത്ര മോശമായിട്ട് പല കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനും ഒരു അധികാരവുമില്ല. പക്ഷെ നിങ്ങളതെല്ലാം സഹിച്ചു. അത് കാരണം ന്യായത്തിന് വേണ്ടി നിങ്ങൾ കരഞ്ഞുകൊണ്ടാണ് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും കരയേണ്ട. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ന്യായം ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എന്നാണ് ഇവിടെ റീഡിങ്ങിൽ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നില്ല, പക്ഷേ ന്യായം ലഭിച്ചു കഴിഞ്ഞു നിങ്ങൾക്ക്. ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടോ? അതായത് നിങ്ങളുടെ കൂടെ ആരെങ്കിലും അന്യായം ചെയ്യുമ്പോൾ ദൈവം ശാന്തമായിട്ട് ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നു? ഉറപ്പായിട്ടും ഇല്ല. ഉറപ്പായിട്ടും അവർക്ക് അതിൻ്റെ ആ ഒരു ശിക്ഷ കൊടുക്കുക തന്നെ ചെയ്യും. ഇവിടെ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് നിങ്ങളെ വിഷമിപ്പിച്ചു. നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരാളെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചു. ഇവർക്ക് ചിലപ്പോൾ ബ്ലാക്ക് മാജിക്, മന്ത്രവാദം ഇതൊക്കെ അറിയാമായിരിക്കും. അപ്പോൾ അത് പ്രയോഗിച്ച് നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെയും ഇവർ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവരുടെ മെയിൻ പണി എന്ന് പറയുന്നത് വീട്ടിൻ്റെ പുറത്ത് എന്തെങ്കിലും കൊണ്ട് ഇടുക. നിങ്ങൾ രാവിലെ എണീക്കുമ്പോഴായിരിക്കും ഇതൊക്കെ കാണുന്നത്. ഇവിടെ ഈ ഒരു വ്യക്തി ഇങ്ങനെ ചെയ്തതിന് ശേഷമാണ് നിങ്ങളുടെ കുടുംബത്തിലെ ഒരു വ്യക്തിക്ക് വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായത്. പിന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഈ വ്യക്തിയാണ് നിങ്ങളുടെ മേൽ ഇതൊക്കെ ചെയ്യുന്നത് എന്ന്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇവരെ ഒന്നും കുറ്റം പറഞ്ഞില്ല. ദൈവത്തിനോട് നിങ്ങൾ വിഷമം പറഞ്ഞു. എൻ്റെ മേൽ ന്യായം ഉണ്ടാവണം ദൈവമേ എന്ന് പറഞ്ഞ് നിങ്ങൾ ദൈവത്തിനോട് വിഷമം പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഇവിടെ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കാണോ പ്രശ്നം സംഭവിച്ചത് ഈ വ്യക്തി ഇങ്ങനെ ഓരോ സാധനം നിങ്ങളുടെ വീട്ടിൽ കൊണ്ടിട്ടതിന് ശേഷം ഉള്ള 4 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ന്യായം സംഭവിച്ചതായിട്ടും കാണാൻ സാധിക്കുന്നത്. അതായത് ഈ വ്യക്തി ഒരു സാധനം നിങ്ങളുടെ വീട്ടിൽ കൊണ്ടിട്ടു. അതിനുശേഷം നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരു വ്യക്തിക്ക് എന്തോ ഒരു പ്രശ്നം നേരിട്ടു. അതിന് ശേഷമുള്ള 4 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ന്യായം ലഭിച്ചതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ മേൽ എങ്ങനെയാണ് ന്യായം ഈശ്വരൻ പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ മേൽ ആരാണോ ചെറിയ രീതിയിൽ ദോഷം ചെയ്തത്, നിങ്ങളെ ദ്രോഹിച്ചത്, അവർക്കായിരിക്കും ഫസ്റ്റ് ഈശ്വരൻ ശിക്ഷ കൊടുക്കുന്നത്. അതിന് ശേഷമായിരിക്കും വലിയ രീതിയിൽ നിങ്ങളെ ദ്രോഹിച്ചവർക്ക് ശിക്ഷ കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ചെറുതിൽ നിന്ന് വലുതിലോട്ടാണ് ഈശ്വരൻ ന്യായം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ വലിയ ഒരു ന്യായം നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കൂടെ ആരൊക്കെയാണോ മോശം ചെയ്തത് അവർക്ക് ഈ ഒരു പ്രകൃതിയുടെ താണ്ഡവം ഉറപ്പായിട്ടും കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ആർക്കേഞ്ചൽ ഗബ്രിയേൽ ഏഞ്ചലിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്. ആ ഒരു ഏഞ്ചൽസ് നിങ്ങൾക്ക് ന്യായം ഉറപ്പായിട്ടും തരുന്നതാണ്. കൂടാതെ പ്രകൃതിയുടെ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ട്. ഈ വ്യക്തി ഭയങ്കര അഹങ്കാരി ടൈപ്പിലുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ രാവണൻ്റെ ആ ഒരു അവസാനം ഉണ്ടായില്ല, അതേപോലെ ഈ വ്യക്തിയുടെ അഹങ്കാരവും അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു ജേണിയുടെ ഭാഗമാണ്. കാരണം ഈ ഒരു വ്യക്തി കാരണം നിങ്ങൾ ഒത്തിരി ദുഃഖങ്ങൾ സഹിച്ചു. കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ എന്തൊക്കെ കർമ്മമാണോ ചെയ്തേക്കുന്നത് അതിൻ്റെ ഫലമാണ് ഈ ജന്മം നമ്മൾ അനുഭവിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ ബന്ധമുണ്ടായിരുന്നു കാണും. അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ ഇവർ നിങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കാൻ വേണ്ടി വീണ്ടും വന്നത്.
ഒരു 2023 ഈ വ്യക്തി നിങ്ങളെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചു എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഒന്നുകിൽ ക്യാഷിൻ്റെ ലോസ് നിങ്ങൾക്ക് തന്നു. ഇവിടെ ഇവർ നിങ്ങളെ ഹെൽപ്ലെസ് ആക്കുകയാണ് ചെയ്തത്. അതായത് ആരുടെയും ഹെൽപ്പില്ലാതെ നിങ്ങൾ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന അവസ്ഥ, ആ അവസ്ഥയിൽ കൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട് ഇവർ കാരണം. ഇതല്ല എങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാൻ പോകുകയായിരുന്നു. അപ്പോൾ ഈ ഒരു വ്യക്തി കാരണം നിങ്ങൾക്ക് ആ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റിയില്ല. ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളെ ഭയങ്കരമായിട്ട് ഓരോന്ന് പറഞ്ഞ് ഇലൂഷനിലാക്കിയിട്ടുണ്ട്. അതായത് നിങ്ങളൊരു തീരുമാനം എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവർ പറയും അത് തെറ്റാണ്, അങ്ങനെ എടുക്കാൻ പാടില്ല എന്ന്. അങ്ങനെ നിങ്ങളുടെ മനസ്സിലൊരു ഇലൂഷൻ ഈ ഒരു വ്യക്തി കാരണം ക്രിയേറ്റ് ആവുകയും നിങ്ങൾ തീരുമാനം എടുക്കാതെ പിന്നോട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. ഈ വ്യക്തി കാരണമാണ് അത് നിങ്ങൾക്ക് ചെയ്തത് നിങ്ങൾ. ഈ വ്യക്തി എപ്പോഴും നിങ്ങളോട് പറയുന്നത് നിങ്ങൾ എന്ത് ആക്ഷൻ എടുക്കുന്നുണ്ടോ, എന്ത് തീരുമാനം എടുക്കുന്നുണ്ടോ അതെല്ലാം തെറ്റാണെന്ന് പറയും. അപ്പോൾ ശരിയായ വഴിയിൽ കൂടെ പോകുന്ന വ്യക്തിയെ എങ്ങനെ തെറ്റായ മാർഗത്തിൽ കൊണ്ടുവരാം, അതാണ് ഇവർ ആഗ്രഹിക്കുന്നതും ചെയ്യുന്നതും. ഇവിടെ 2-3 പ്രാവശ്യം നിങ്ങൾ ഇവർ പറയുന്നത് കേട്ടു. പക്ഷേ പിന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഈ വ്യക്തി തെറ്റാണ് എന്നോട് പറയുന്നത്, ഈ വ്യക്തി തെറ്റായ വ്യക്തിയാണ്, ഇവരുടെ ആ ഒരു തീരുമാനം എല്ലാം തെറ്റാണ്, എനിക്ക് മോശമാണ് ഇവർ കാരണം ഉണ്ടാവുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. പിന്നെ ഇവരുടെ വാക്കുകൾ നിങ്ങൾ കേൾക്കാതായി. അങ്ങനെ കേൾക്കാതായപ്പോൾ ഇവർക്ക് വാശി കൂടി. വീണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റുകൾ ചെയ്യാൻ തുടങ്ങി ഇവർ. പക്ഷേ ദൈവം ഇത് ഒരു പരിധിവരെ ക്ഷമിക്കും. ഒരു പരിധി കഴിയുമ്പോൾ ദൈവത്തിന് ക്ഷമിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ മേൽ ഉറപ്പായിട്ടും ന്യായം സംഭവിക്കുമെന്ന് ഈശ്വരൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.